ഒരു ബാൻഡ് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരെ സെയിന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കാലിക്കറ്റിലാണ്. നിങ്ങൾ 22 ഡൽഹിയിലേക്ക് പോവാണല്ലേ? എന്തിനാന്നൊന്ന് പറഞ്ഞു കൊടുക്കുവോ? അപ്പോൾ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരേഡിൽ എത്ര വർഷങ്ങളായിട്ടാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ജോളി സാറ് കേരള പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ബാൻഡ് മാസ്റ്റർ ആണ്. സാറാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂള് ഒരു 30 വർഷത്തിന് മേലായി ഈ സ്കൂളിൽ ബ്രാസ് ബാൻഡ് വളരെ ലീഡിംഗ് ആയ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണ് കേരള സ്റ്റേറ്റിൽ. ലീഡറിൻ്റെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. മകളും ടീമും ഈ പൊരി വെയിലത്ത് തകർത്ത് പെർഫോം ചെയ്യാതെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്? ഞങ്ങൾക്ക് എപ്പോഴും മക്കൾ പെർഫോം ചെയ്യുമ്പം 20 കുട്ടികളെ നമ്മളുടെ മക്കളായിട്ട് തന്നെ കണ്ടിട്ട് വളരെയധികം ടെൻഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കാറ്. ഇവർ ഇറങ്ങുമ്പോൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കാറ്. ഒരു ഇൻസ്ട്രുമെൻറ്റും താഴെ വീണ് പോകരുതെന്നും ഇവരുടെ കയ്യിലുള്ള ഒരു സാധനവും താഴെ വീഴരുതെന്നും ഏറ്റവും നന്നായിട്ട് ഇവർ പെർഫോം ചെയ്യണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ 20 അരമണിക്കൂറും ഞങ്ങൾ എല്ലാ പാരൻസും, അത് ജാതിമത ഭേദമന്യേ എല്ലാ പാരൻസും വളരെയധികം പ്രാർത്ഥിച്ചും സപ്പോർട്ട് ചെയ്തിട്ടുമാണ് ഇരിക്കാറുള്ളത്. ഭയങ്കര ഹാർഡ് വാർമിംഗ് ആണ് ഈ സപ്പോർട്ടും പേരൻസിൻ്റെ സ്നേഹവും ഈ കുട്ടികളുടെ എനർജി ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് മിസ്സിങ് അടിക്കുന്നുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് മിസ്സിങ് അടിക്കുന്നുണ്ട്. ആൻഡ് വീണ്ടും കാണാം. ബൈ ബൈ.